അവരുടെ പേഴ്സണൽ കാര്യമല്ലേ ബ്രോ. അവരിപ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ല എന്ന് പറയും. ഞാൻ എൻ്റെ ലഗേജ് ഒന്ന് എടുത്തോട്ടെ. വീണ്ടും അടുത്ത അംഗത്തിലേക്ക് കത്തിക്കോ? അയ്യോ, എന്ത് കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടില്ലേ നമ്മളെ ഇങ്ങോട്ട് ഇറങ്ങിയത്. ഗോവയിൽ പോന്നു പോവില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് അറിയാലോ, അതുകൊണ്ട് ഒരു വൃത്തിക്ക് മെനക്കും വന്നേക്കാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്താണ് ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നു? അത് കഴിഞ്ഞിട്ട് ഇല്ല, എനിക്ക് വലിയ മൂഡില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതൊക്കെ കാണും, കുറച്ചൊക്കെ കാണും. അല്ലാണ്ട് ഫുൾ ടൈം കുത്തിയിരുന്ന് പോകുന്നതിന് മുമ്പ് കണ്ട പോലെ ലൈവൊക്കെ കുത്തിയിരുന്ന് കാണുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അത് പിന്നെ ഇറങ്ങിയപ്പോൾ നമുക്ക് ഉള്ള ഒരു മൂടങ്ങ് പോയല്ല, ഒരു വിഷമം. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതങ്ങ് വിട്ട്. നല്ല മൂടാ അല്ല, ബിഗ് ബോസിൽ നല്ല മൂടല്ലേ? ആ, അത് നല്ല മൂടായിട്ട് പോട്ടെ. നല്ല ഭയങ്കര ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ. അതെ, ലവ് ട്രാക്ക് ആണോ അത്? ലവ് ട്രാക്ക് ആണോ അറിയില്ല, ചെന്ന് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യമല്ലേ ബ്രോ. അവരിപ്പോൾ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമാണെന്ന് പറയും, ഇഷ്ടമല്ല എന്ന് പറയും. ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും നടക്കുന്നതല്ലേ. അതൊക്കെ സ്വാഭാവികം. അത് ഒന്നുകിൽ പിന്നെ എന്താ പറയുക, അവരുടെ സ്ട്രാറ്റജി ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും ചോദിച്ചതായിരിക്കാം. പേഴ്സണൽ കാര്യമല്ലേ, നമ്മളതിൽ ഇടപെടാൻ നമ്മൾ ആരുമല്ല. അനീഷിന് വോട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചോദിച്ചെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അറിയില്ല, അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, ചിലപ്പോൾ ജെന്യൂനായിട്ട് പറഞ്ഞായിരിക്കാം. അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ? അനീഷിനെ പോലത്തെ ഒരു പ്ലെയർക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ടോ? അനീഷിനെ പോലത്തെ പ്ലെയർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ലഗേജ്? പിന്നെ എല്ലാവരും പ്ലെയർ തന്നെയല്ലേ. പെട്ടി എന്ത് ചെയ്യും? പാടണം. വൈഫൊന്നുമില്ലേ? ഇല്ല, ഫ്രണ്ട് പൊക്കേണ്ടി വരും. നമുക്ക് വരാം. എനിക്ക് നോർമൽ തന്നെയാണ്. ഞാൻ സാധാരണ പോലെ തന്നെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. സാധാരണ പോലെ തന്നെ കുറച്ചും കൂടി ഉദ്ഘോഷത്തിന് ശേഷം ഞാൻ 3 എണ്ണം കൂടിയിട്ടുണ്ടോ അങ്ങനെയല്ല. ഇപ്പോൾ നാട്ടിൽ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഉദ്ഘാടനം കിട്ടിയത് ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ സ്വന്തം നാട്ടിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ച് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി എന്താ പറയുക, ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് കൂടുതൽ ഉണ്ട്. അത് തന്നെ വ്യത്യാസം, അത്ര തന്നെ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഡിസേർവ്ഡ് ആണ്. അപ്പോൾ പിന്നെ ആര് കപ്പടിച്ച് കഴിഞ്ഞാലും നമ്മളൗട്ടായല്ല. ഇനിയിപ്പോൾ ആര് കപ്പടിച്ച് കഴിഞ്ഞാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കൂടുതൽ പ്രതീക്ഷ എന്ന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ സാധാരണ എല്ലാ ബിഗ് ബോസിലും നമുക്കൊരു 19 ദിവസം കഴിയുമ്പോൾ തന്നെ ഇന്ന ആളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ അവിടെയുള്ളവർ ഓരോരുത്തരും ഒന്നിനൊന്നും മെച്ചമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആര്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആര്യൻ കപ്പടിക്കുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ആര്യൻ ഔട്ടായിപ്പോയി, എവിക്റ്റായിപ്പോയി. പക്ഷേ ഇനിയുള്ളതിൽ ആരായിരിക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ എല്ലാവരും പുറത്തായത് ഈ അനുമോളുടെ പിയർ ഒരു റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. റൂമേഴ്സാ? ആ പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, റൂമേഴ്സ് ഉണ്ടല്ലോ. റൂമേഴ്സ് തന്നെയാണ് എല്ലാം റൂമേഴ്സ് തന്നെ ആയിട്ട് പോകും. പിന്നെ ഇല്ലെന്നാണ് പറയണത്. അല്ല, തീർച്ചയായും ഈ പറയുന്ന PR വർക്ക് അതിന്റെ പുറകിലുണ്ടെന്ന് അന്ന് പറഞ്ഞിരുന്നു. PR വർക്ക് ഉണ്ട്, തീർച്ചയായും ഉണ്ട്. PR വർക്ക്. പക്ഷേ എന്താ സംഭവിക്കുന്നത് അറിയോ? സാധാരണഗതിയിൽ നമ്മൾ ഈ PR വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോന്ന് എന്താ പറയുക കട്ട് ചെയ്തിടുക, ഇതൊക്കെ അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നതൊക്കെ. അല്ലാത്ത ലെവലിലുള്ള PR വർക്കുകളാണ് നമ്മളെപ്പോലെ ആത്മാർത്ഥമായിട്ട് അവിടെ പോയി നിന്ന് ആത്മാർത്ഥമായി ഗെയിം കളിച്ചിട്ട് ഉള്ളവരെ പുറത്താക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ
ജീവിതത്തിൽ കരിയറിൽ മണ്ണ് വാരി ഇട്ടുകൊണ്ട് ചെയ്യുന്ന PR വർക്കിനോട് എനിക്ക് പുച്ഛം മാത്രം. ഇപ്പോൾ ഏഷ്യാനെറ്റ് പോലത്തെ ഒരു ചാനലിൽ അത്രയും വലിയൊരു ഷോയിൽ PR ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായും പിടിച്ച് നിൽക്കാൻ പറ്റില്ല. PR വേണം. PR ഇല്ലാണ്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഇനി അതന്നെ അതാ പറയുന്നത്, നമ്മളെപ്പോലുള്ളവർ പെട്ടു. നമ്മൾ വിചാരിക്കും PR അല്ല, നമുക്ക് അവിടെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ പിന്നെ ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് കിട്ടും, ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് പോകുന്നവർ മണ്ടന്മാരാണ്. തീർച്ചയായും ഞാൻ വൺ ഓഫ് ദ മണ്ടൻ ആയിരുന്നു ഞാൻ. അടുത്ത ഓഡീഷനിലൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പൊ എത്ര കോടി ആസ്തി വേണം ഇനിയിപ്പോ? കോടി അല്ല, ഒരു 16 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്നത്. ഇത് പണ്ട് പറഞ്ഞിട്ട് പണ്ടൊക്കെ നമ്മൾ MBBSനും പിന്നെ ഇതിനൊക്കെ സീറ്റ് എടുക്കാൻ വേണ്ടി നോർമലായിട്ട് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഒരു 5 ലക്ഷം 10 ലക്ഷം 25 ലക്ഷം. ഇപ്പോൾ എത്ര കോടി വേണം ഒരു MBBS സീറ്റ് കിട്ടാൻ? അതേപോലെ തന്നെ ബിഗ് ബോസിലും ഇനി മുതൽ കോടികൾ കൊണ്ടുപോയാൽ മാത്രം ബിഗ് ബോസ് കയറണമെങ്കിൽ പൈസ കൊടുക്കേണ്ട അവസ്ഥ അത്തന്നെ ഒന്നും സാധ്യത എന്ന് വെച്ചാൽ അതിന് ഞാൻ ഒരിക്കലും പറയില്ല. എന്ന് വെച്ചാൽ ഒരു തരത്തിലും സ്ക്രിപ്റ്റഡ് അല്ല, ഒരു തരത്തിലും വേറൊരാളുടെ ഇൻഫ്ലുവൻസ് അവിടെ ഏക്കില്ല. അതും ഷുവർ, 100% ഷുവർ. ഒരു ഇൻഫ്ലുവൻസ്, അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ സീസണിൽ ഞാൻ കയറേണ്ടതായിരുന്നു. ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പിന്നെ കയറാൻ പറ്റില്ല. അല്ലാണ്ട് പൈസ കൊടുത്തിട്ടൊന്നും അതൊന്നും ഏഷ്യാനെറ്റിന് നടക്കുന്ന പരിപാടിയല്ല. ഏഷ്യാനെറ്റ് മാത്രമല്ലോ എൻ്റെ മോൾ ട്രെയിന് ഈ പറയുന്ന എത്ര പേര് കൂടിയിട്ടുള്ളതെന്നറിയോ, പല സ്ഥലത്തു നിന്നുള്ളതല്ലേ. അപ്പോൾ ഒരിക്കലും അല്ല. അത് പോയ ഒരു കണ്ടസ്റ്റൻ്റ് പോലും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയില്ലല്ലോ, ഒരാൾ പോലും പറയില്ല. അത് സ്ക്രിപ്റ്റഡേ അല്ല. അതൊരു തിരിച്ചുവിളയാണ്. അതിൽ കയറി അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എനിക്കാ ഇപ്പൊ എന്തോന്നാ അല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കയറുന്ന സമയത്ത് എനിക്ക് ഇഷ്ടമില്ലാത്ത ആളായിരുന്നു ആര്യൻ. പക്ഷേ എനിക്ക് കയറി കഴിഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ് ആര്യൻ. നല്ലൊരു ഗെയിമറായിരുന്നു ആര്യൻ. ഡിസേർവ്ഡ് ആയിരുന്നു വിന്നറാവാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഔട്ടായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഉള്ളതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും പിന്നെ ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇനിയുള്ള 5 പേരും, ആ ഫൈനലിൽ 5 പേരിൽ വരുന്ന 5 പേരും ഡിസേർവ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ആരെങ്കിലും അടിക്കട്ടെ, ആരടിച്ചാലും അതെ. കഴിഞ്ഞ പ്രാവശ്യം വിന്നറായ ഒരു വ്യക്തി ഇപ്രാവശ്യം PR വർക്ക് കൊണ്ട് വിന്നറാവാൻ സാധ്യതയുണ്ട്, വളരെയധികം ഉണ്ട്. എടോ നിങ്ങൾ ഇപ്പൊ ബിഗ് ബോസിൽ ഇപ്പൊ അടുത്ത പ്രാവശ്യം പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ PR നല്ലതാണെങ്കിൽ അവർക്ക് വിന്നറാവാന്നാണോ? PR നല്ലതാണെങ്കിൽ വിന്നറാവാൻ പറ്റും. PR ഇല്ലാണ്ട് എന്ന് കൊടുക്കണം. അല്ലാണ്ട് വെറുതെ അല്ല, വേറൊന്നുണ്ട്. ഒന്നും ചെയ്യാതിരിക്കുന്നവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറെ ആള് അല്ലേ. അപ്പം അതും PR-ന്റെ കളികൾ തന്നെയാണ്. എന്ന് വെച്ചാല് ഇങ്ങനെ കുറച്ച് എന്താ പറയാ സ്ട്രോങ് ആയിട്ടുള്ളവരെ അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഭീഷണിയാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ പിടിച്ച് പുറത്താക്കിയിട്ട് ബാക്കി ഒന്നും ചെയ്യാത്തവർ, അവരെ കൊണ്ട് ഉപദ്രവമില്ല, ഇവരെ കൊണ്ട് ശല്യമില്ല, ഇവർക്ക് എതിരല്ല എന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. മസ്താനി ഇവിടെ മസ്താനി വന്നു നമ്മളൊന്നും പറ്റില്ല, നമ്മൾ പോയേക്കാം. ഇല്ല, മസ്താനിക്ക് എയറിലാണ്. ഇല്ല, അതൊക്കെ ഒന്നെന്താ അറിയോ, ഒന്ന് ഈ തെറ്റിദ്ധരിക്കുന്നതാണ്. ഒന്ന് നമ്മൾ ഓരോ ഗെയിം സ്ട്രാറ്റജി കൊണ്ട് ഇവിടെ ലൈറ്റ് അടിക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് ഗെയിം സ്ട്രാറ്റജി ഓരോന്ന് ചിലരെ പൊളിഞ്ഞു പോകുന്നു, അത്രേ ഉള്ളൂ. ഓരോരുത്തരുടെ ഗെയിം സ്ട്രാറ്റജി ഡ്രസ് വേണ്ടേ, ഡ്രസ് അത്രേ ഉള്ളൂ. അന്ന് കൊണ്ടുപോയ ഡ്രസ് ഇടാൻ പറ്റിയ അന്ന് കൊണ്ടുപോയത് കുറെ തന്നിട്ടില്ല. ആദ്യം തിരിച്ചു തന്നു. പിന്നെ വന്ന പാർസലുകൾ ഉണ്ടായിരുന്നു, ആ പാർസലൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു. അത്ര ചേട്ടാ, ഈ സീസൺ പറയുമ്പോൾ സീസണിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും സംസാരിക്കുന്നത് PR എന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം ഈ സീസൺ PR-ൽ ഒതുങ്ങിപ്പോയെന്ന് ചേട്ടൻ തോന്നുന്നു? ഏറെക്കുറെ PR-ൽ ഒതുങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ PR-ന്റെ ഇൻഫ്ലുവൻസ് പലരെയും പുറത്താക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും പറയുമോ ഞാൻ PR ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തായത്, ഞാൻ വേറുള്ളതുകൊണ്ടാണ്. അങ്ങനെ മാത്രമല്ല, അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശരി തന്നെയാണ്. കുറേയൊക്കെ PR-ന്റെ കളികൾ കൊണ്ട് പുറത്തായിട്ടുള്ള നിർഭാഗ്യവാന്മാർ കുറേ പേരുണ്ട്. ആ നിർഭാഗ്യവാനിൽ ഒരാളാണ് ഞാൻ. ചേട്ടൻ അപ്പം അന്ന് പറയണ്ടേ ആരാണ് എൻ്റെ ഇതിൽ കളിച്ചതെന്ന് ഞാൻ
പറയുന്നു പറയണ്ടായി. ചേട്ടൻ ഇപ്പൊ പറയുന്നുണ്ടോ ആ സംഭവം? ഇപ്പൊ പറയുന്നില്ല. ഞാനൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു. എടാ എന്തോന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊടുത്തിട്ടില്ല. ഇനി അത് പറയാൻ ഞാൻ അയാള് ഇപ്പോഴും ബിഗ് ബോസിലുണ്ടോ? അയാള് ചേട്ടനെതിരെ കളിച്ച ആള്? ഉണ്ട്. അയാള് വിന്നറാവുന്ന ചേട്ടൻ തോന്നുന്നുണ്ടോ? സാധ്യതയുണ്ട്. അനുഭവമാണോ അയാള്? ഞാൻ വിന്നറായി കഴിഞ്ഞാൽ ഞാൻ പറയും. വിന്നറായി കഴിയുമ്പോൾ പറയും. ഇപ്പൊ ഞാൻ ഏതായാലും കയറാൻ പോവല്ലേ, അപ്പൊ വിന്നർ ആവട്ടെ. അവര് വിന്നറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയും. ഇപ്പൊ നമുക്ക് ഒന്നാമത് നമ്മൾ ഈ ഷോയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പലതും പറയാനുള്ള റെസ്ട്രിക്ഷൻസ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറയാ, ഒരു വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ട്. പക്ഷെ ആ തെളിവ് എനിക്കിപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, എനിക്ക് എഗ്രിമെൻ്റ് ഉള്ളതാണ്, എനിക്ക് എൻ്റെ കരിയറിനെ ബാധിക്കുന്ന കാര്യമാണ്, എനിക്ക് അത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ശേഷം പറയാം, തീർച്ചയായും പറയും. ഓക്കെ, താങ്ക് യു. എവിടെ കൊല്ലക്കൊല? അവിടെ പോയി ഇനി പോയി കത്തിച്ചിട്ട് എന്താ ബ്രോ വേണ്ടത് അല്ലേ?